ശബരിമലയിൽ വൻ തീർത്ഥാടക തിരക്ക്. ഈ വർഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ്. ഏറ്റവും കൂടുതൽ സ്പോട്ട് ബുക്കിംഗും ഇന്നലെ നടന്നു. രാഹുൽ ജീനാഥ് വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ വൈകുന്നേരത്തോടു കൂടി മല കയറി എത്തിയെന്ന് എനിക്ക് വിവരം ലഭിച്ചു. രാഹുൽ, രാവിലെ ഇന്ന് അവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തിരക്ക് എങ്ങനെയുണ്ട്? അവിടെ നിന്ന് പങ്കുവയ്ക്കാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? അതുതന്നെയാണ് മോത്തി, മനോഹരമായ പ്രഭാതത്തിലാണ് ശബരിമലയിലെ നമ്മളിപ്പം അവിടെ ഈ ശബരിമലയിൽ വരുമ്പോൾ പ്രഭാതങ്ങൾക്ക് പ്രത്യേക മനോഹാരിതയാണ്. ചെറിയ തണുപ്പുണ്ട്, നല്ല മനോഹരമായ കാഴ്ചയാണ്. അത് ആദ്യ ദിവസം കൂടിയാകുമ്പോൾ അതിൻ്റെ മനോഹാരിത കൂടും. പിന്നീട് ഇത് മനോഹരം മാത്രമല്ല, തിരക്കേറിയ ഒരു പകല് കൂടിയാണ്, പ്രഭാതം കൂടിയാണ്. കാരണം അതായത് ഈ കഴിഞ്ഞ 7 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അയ്യപ്പ ദർശനത്തിന് എത്തിയത് ഇന്നലെയാണ്. അതിന് തുടർച്ച തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ നടപ്പന്തലിന് ശേഷം ഇപ്പോൾ ഫ്ലൈ ഓവറിലൊക്കെ വലിയ ഭക്തജന തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 18-ാം തീയതി ആയിരുന്നു 75,000-ത്തിലധികം ആളുകൾ ദർശനത്തിന് എത്തിയിരുന്നത്. എന്നാൽ ഇന്നലെ അതും കടന്ന് 77,000 പേർ എത്തി. അതായത് ഈ പറയുന്നത് പോലെ ഡിസംബർ 7 വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് മുഴുവൻ നിറഞ്ഞിരുന്നു. നമുക്കറിയാം, ഫുള്ളാണ്. ആ ഘട്ടത്തിൽ തിരക്ക് കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. സ്പോട്ട് ബുക്കിങ്ങും ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 9,000-ത്തിനടുത്തെത്തി. 10,000 ആണിൻ്റെ പരിധി, 9,000 വരെ എത്തി. അപ്പോൾ എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം, സന്തോഷമുള്ള കാര്യം, സുഖദർശനം. ഈ തിരക്ക് കൂടുമ്പോഴും അയ്യപ്പ ഭക്തന്മാർക്ക് സുഖദർശനം നടത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന അയ്യപ്പന്മാരെല്ലാം ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവരാണ്. എന്തായാലും ഇതൊരു സൂചനയാണ്. കാരണം മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ ആളുകൾ കൂടും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. എന്തായാലും എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്, കാത്തുനിൽപ്പിന് വലിയ ക്ഷീണമില്ല. അവർ അയ്യപ്പ ദർശനം പൂർത്തിയാക്കി നന്നായി മടങ്ങാൻ കഴിയും എന്ന തരത്തിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നവർ വരാതിരിക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല എന്നൊരു വലിയ പ്രശ്നമുണ്ട്. അങ്ങനെ ക്യാൻസൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതിൻ്റെ അവസരം നഷ്ടപ്പെടും എന്നുള്ള ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 80,000 വെർച്വൽ ക്യൂ ബുക്കിംഗ് 80,000 ആക്കാൻ ഒരു ആലോചന നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണുന്ന 18-ാം പടിയിൽ തന്നെയാണ് ആ സംവിധാനങ്ങളുടെ വലിയൊരു പ്രവർത്തനം നടക്കുന്നത്. കാരണം ഈ വേഗത്തിൽ നടന്നു വരുമ്പോഴത്തേക്ക് ഭക്തർ വീഴുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അത്തരമൊരു സാഹചര്യവുമുണ്ട്. എങ്കിലും ഈ പറയുന്നത് പോലെ 18-ാം പടിയിലാണ് ഈ പറഞ്ഞ പോലീസ് അയ്യപ്പന്മാർ വലിയ പ്രവർത്തനം നടത്തുന്നത്. കാരണം ഇത്രയും ആളുകളെ പിടിച്ച് മുകളിലേക്ക് കയറ്റണം. അവർ ആഗ്രഹിച്ച ഇടത്തേക്ക് ഒടുവിലെത്തിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനം, അതായത് എത്രയും പെട്ടെന്ന് ആളുകളെ, രാഹുലെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം വളരെ മികച്ചതാണ്, എടുത്തു പറയേണ്ടതാണ്. അല്പം വേഗത്തിൽ അവരെ ഇങ്ങനെ ക്യൂവിലേക്ക് മാറ്റി നിർത്തുമ്പോൾ ഒരുപക്ഷെ കുറച്ച് പ്രായമായവർക്ക് ഒന്ന് കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ വേഗത കൂടി പോകുന്നോ എന്നൊരു ആശങ്ക ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിപ്പോയി. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോഴും അത് തന്നെയാണ് തോന്നിയത്. പ്രായമായ ഒരു അയ്യപ്പനാണ് ഇപ്പോൾ താഴേക്ക് വീണത്. അദ്ദേഹം വന്ന് വീണതെങ്കിലും ഈ പറയുന്നത് പോലെ അത്രമാത്രം തിരക്ക് 18-ാം പടിയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് മാതൃഭൂമിയോട് പ്രതികരിച്ച് പലരും പറഞ്ഞ കൊച്ചുകുട്ടികൾ കരയുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അത്രമാത്രം തിരക്കാണ്. ആ തിരക്കിൽ നിന്നുകൊണ്ടാണ്, അപ്പോൾ ആ തിരക്കിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവരെ പിടിച്ചു കയറ്റുക, കൈ കൊടുത്ത് പിടിച്ചു കയറ്റുക എന്നുള്ള വലിയ ദൗത്യമാണ് ചെയ്തത്. അതുകൂടി വിജയിക്കുന്നത് കൊണ്ടാണ് ഈ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള അയ്യപ്പന്മാർ ഏതാണ്ട് ആ തിരുസന്നിധിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ സന്തോഷമായി നിൽക്കുന്നത്. കാരണം ആശ്വാസകരമായ ഒരു രാഹുൽ, അതുപോലെ ഈ വരി നിൽക്കുന്നവർക്ക് കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ അവിടെ ലഭ്യമാണോ? മുൻപൊക്കെ അത്തരത്തിലൊരു പരാതി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലകാലം കൂടിയാണ് ഇതെന്ന് നമുക്ക് പറയാനാവും, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അത് ക്യൂ നിൽക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഈ ഫ്ലൈ ഓവറിന് സമീപവുമൊക്കെ കുടിവെള്ളവും ബിസ്ക്കറ്റുകളും നൽകുന്ന ഒരു പതിവുണ്ട്. അത് തുടരുക തന്നെയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ സംവിധാനങ്ങൾ, അതായത് ഈ തിരുസന്നിധിയിലേക്ക് ഒടുവിൽ എത്തിച്ചേരുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാകുമ്പോൾ വളരെ ഭക്തിസാന്ദ്രമായ ഒരു മണ്ഡലകാലമാണ് കടന്നു പോകുന്നത്. സൗകര്യങ്ങളെല്ലാം ഉണ്ട്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.